എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു കേട്ടോ. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് ഞങ്ങൾ ഒരുക്കണേന്നാട്ടോ കാണുന്നത്. തലേ ദിവസം തന്നെ തൃക്കാക്കരപ്പനൊക്കെ അണിയിച്ചൊരുക്കി പൂവൊക്കെ വെച്ചിരുന്നു കേട്ടോ. രാത്രി കിടന്നുറങ്ങുമ്പോൾ തന്നെ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കുമ്പോൾ നേരത്തെ എനിക്ക് എന്തായാലും ഇടണമല്ലോ, അപ്പോൾ എന്നെയും കൂടെ ഒന്ന് വിളിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 മണിക്കാട്ടോ എനിക്കത്, പക്ഷേ വിളിക്കേണ്ടെന്ന് വന്നില്ല, ഞാൻ തന്നെ എണീറ്റു. കാരണം അത്ര ത്രില്ലിലായിട്ട് ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത്. തലേ ദിവസം കുതിർത്ത് വെച്ച പച്ചരി ആട്ടോ ഇത്. പച്ചരി രാവിലെ തന്നെ അരച്ചു. അതിൻ്റെ കൂടെ ചെറുകിഴങ്ങുണ്ട്, ചെറുകിഴങ്ങ് അല്ലെങ്കിൽ കാച്ചിലിൻ്റെ അല്ലെങ്കിൽ വെണ്ടയ്ക്ക, ഒന്ന് എന്താ പറയുക, ഒരു കുറുക്ക് പോലെ കിട്ടാനായിട്ടോ ഇത്. ഞങ്ങൾ ഇപ്പം ഇപ്രാവശ്യം എടുത്തത് ഇപ്പം 2-3 വർഷമായിട്ട് ഞങ്ങൾ ചെറുകിഴങ്ങായിട്ട് കൊടുക്കാറ്. അല്ലെങ്കിൽ കാച്ചിൻ്റെ ഇല എടുക്കുമ്പോൾ ഒരു പച്ചപ്പ്, അതിന് വെണ്ടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കി ഇപ്പോഴാട്ടോ ഇത് എടുക്കണേ, ചെറുകിഴങ്ങ് എടുക്കുന്നത്. അതാകുമ്പോൾ നല്ല രീതിയിൽ കിട്ടണുണ്ട്, വേറെ കളർ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് അണിയൻ്റെയൊക്കെ എൻ്റെ അമ്മയാട്ടോ. കാര്യമായിട്ട് എനിക്കറിയൊന്നുമില്ല, എന്നാലും ഒരു നാക്കിലെ വെട്ടി വെച്ചു, അതിലേക്ക് ഓം എന്നാട്ടോ എഴുതിയേക്കണേ. അത് കഴിഞ്ഞ് പഠിക്കേന്ന് പൂത്തറയിലേക്ക് ഇത് കോരി വെച്ചതിന് അണിഞ്ഞ്, എനിക്ക് എന്താ അതിനെ പറയാമെന്നറിയില്ല. അതിന് പഠിക്കാൻ തന്നെ ഞാൻ ഇത്തിരി തുമ്പപ്പൂ ഇട്ടു കേട്ടോ. അപ്പോഴേക്കും അമ്മ മാവേലിനെ തൃക്കാക്കരപ്പനൊക്കെ നിരത്തി വെച്ചു, തുമ്പപ്പൂ ഇട്ടു, വിളക്കൊക്കെ കത്തിച്ചു, കിണ്ടിയിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചു കേട്ടോ. പിന്നെ അട വെച്ചു. ഈ അടേനെ ഞങ്ങൾ പൂവടാന്നാട്ടോ പറയുക. ഇതിൻ്റെ ഉള്ളിൽ തുമ്പപ്പൂ വെച്ച് വേറെ ഒന്നും വെക്കില്ല, നാളികേരൊന്നും വെക്കില്ല, തുമ്പപ്പൂ മാത്രമായിട്ട് വെച്ചുണ്ടാക്കുള്ളൂ. ആരതി ഒഴിയണം കേട്ടോ. 3 പ്രാവശ്യം ഞങ്ങൾ ആരതി ഒഴിയും, അത് കഴിഞ്ഞത് അവിടെ കമത്തി വയ്ക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വട്ടത്തിന് ഞങ്ങൾ ലോക്ക് ഇടും കേട്ടോ. അതിനെ പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഇതോടുകൂടി ഞങ്ങളുടെ ഓണം തീർന്നു എന്നാണ് പറയുക. ഇനി ഞങ്ങൾ അടുത്ത വർഷത്തെ ഓണമായിട്ടോ നോക്കുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ നിങ്ങളുടെ അവിടെ എങ്ങനെ ഇടാന്ന്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണം.